അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിങ്ങൾ എടുത്തു വെച്ച ഡോക്യുമെൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു 2 മിനിറ്റ് തരാം. എവിടെയെങ്കിലും ഒന്ന് ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അങ്ങോട്ട് മാറി നിൽക്കണം. സ്റ്റഡി റൂമിലാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ സ്റ്റഡി റൂമിലേക്ക് മാറി നിൽക്കണം. അടുക്കളയിൽ നിന്നാണ് കലഹം പൊട്ടി പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് മാറി നിൽക്കണം. അച്ഛൻ പ്രാർത്ഥിക്കും. ഇപ്പം അടുക്കളയെ ആശീർവദിക്കും. എൻ്റെ മക്കളുടെ ഓഫീസിലാണ് കുഴപ്പമൊന്നുണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ മുമ്പിൽ വെക്കണം. എന്നിട്ട് നിങ്ങളെ മനസ്സിൽ വിശ്വപ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ മൊബൈലിൽ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കണം. നിങ്ങൾക്കറിയാം, ഞാനിങ്ങനെ പ്രാർത്ഥിക്കണത് എന്തിനാണെന്നറിയാം? കർത്താവ് എനിക്ക് തന്നൊരു വെളിച്ചമാണ്. എന്താണ്? ദൈവ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 15:26 ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പം നമ്മുടെ അടുക്കളയും
നമ്മുടെ വീട്ടുമൃഗങ്ങൾ, ഇപ്പം തൊഴുത്തിൽ എന്തെങ്കിലും പ്രസവമുണ്ട്, കന്നുകാലികൾ, ചിലപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ. ഇപ്പോൾ കോഴി മുട്ട വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട അമ്മമാർ വരെയുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതൊന്ന് എപ്പോഴും ഇങ്ങനെ തൂങ്ങി കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോണവരുണ്ട്. പശുവും ആടുമൊക്കെ ഒന്നും പ്രസവിക്കാത്തതുകൊണ്ട് അത് വാഴുന്നില്ലെന്ന് പറയരുത്. അതുപോലെയുള്ള അവസ്ഥകളുള്ള അതൊക്കെ നിങ്ങൾ ആ സമയത്ത് അതിൻ്റെ അടുത്ത് പോയി നിന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളെ ഭീതിപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന അയൽവാസികളുണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ശത്രുക്കളെ ആശീർവദിക്കുകയും ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാമെന്നുള്ള ഈശോ പറഞ്ഞത്. ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഡോക്യുമെൻ്റ് കയ്യിലെടുക്കണം. എന്തെല്ലാം ഡോക്യുമെൻ്റാണെന്നറിയാം. പ്രമാണമുണ്ട്, പറ്റുചീട്ടുണ്ട്, കരവിചാരം അടക്കാൻ പ്രയാസമാണെങ്കിൽ അതിൻ്റെ രജിസ്റ്ററുണ്ട്, പിന്നെ നിങ്ങളുടെ പരീക്ഷ ഹോൾ ടിക്കറ്റുണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുണ്ട്, ഇൻ്റർവ്യൂവിനുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട്, നിങ്ങളുടെ പാസ്പോർട്ടുണ്ട്, പുതുക്കേണ്ട പാസ്പോർട്ടുണ്ട്, നിങ്ങളുടെ ഇനി പുതുക്കി കിട്ടേണ്ട വിസ കോപ്പിയുണ്ട്. എല്ലാം കയ്യിലെടുക്കുക. എന്താണോ നിങ്ങളുടെ രേഖകൾ, നിങ്ങളുടെ ഇൻ്റർവ്യൂ കോൾ ഫോർ ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ടാകും, അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടാകും, എല്ലാം കയ്യിലെടുക്കുക. കർത്താവിൻ്റെ വിശുദ്ധ രക്തം അതിലേക്കെല്ലാം ഇങ്ങനെ മഞ്ഞ് പെയ്യണ പോലെ പെയ്തിറങ്ങുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. അങ്ങനെ മഹത്വപ്പെടുത്തം നന്ദി പറയുന്ന ഈശോയെ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നവരുടെ സ്വസ്ഥം കർത്താവ്. എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല. അങ്ങയുടെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ, ആനന്ദ കണ്ണീരോടെ ഞങ്ങൾ കാണുന്ന ഈശോയെ. ഞങ്ങൾക്ക് അങ്ങയ്ക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം. അങ്ങയുടെ വചനം കൈമാറി ജീവിക്കണം. അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് അടയാളം നൽകണമേ. ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും, സമാധാനം ഇല്ലാത്തവർ, ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ, അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണമേ. കർത്താവ് ജഡ്ജ്മെൻറ്റ്, വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്നവർ ആ ജഡ്ജ്മെൻറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നിങ്ങളിപ്പോൾ കയ്യിലില്ലെങ്കിൽ മനസ്സിൽ ഓർത്താൽ മതി മക്കളെ. ഓരോരോ വിഷയങ്ങൾ, പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, അതിൻ്റെ എല്ലാത്തിൻ്റെയും രേഖകളുടെ മേൽ കർത്താവിൻ്റെ തളിക്കപ്പെടട്ടെ. അഡ്വാൻസ് കൊടുത്തു, അത് മുഴുവൻ എമൗണ്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അഡ്വാൻസ് അന്യാധീനപ്പെട്ട് പോകാൻ പോകുന്നു. നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതി, ജോലി കിട്ടിയില്ലുമായി. അതിൻ്റെ രേഖകൾ, പണയച്ചീട്ടുകൾ, ജപ്തി ചീട്ടുകൾ എല്ലാം കർത്താവെ നീ ഏറ്റെടുക്കണം. നമ്മളെ ഭാരങ്ങളാണല്ലോ അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്ന് വചനമനുസരിച്ചു. ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ, ഈ ഭാരച്ചീട്ടുകളിലെല്ലാം നിൻ്റെ പ്രസാദം തളിക്കണമേ. അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിനിടയ്ക്ക് വരിക. ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ നളിച്ചവനെ, ഇതെല്ലാം ആശ്വാസമായി മാറണമേ. പരിശുദ്ധമേ ദേവമാതാവേ, ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ചെയ്ത അമ്മ, ദുരന്തത്തിന് പോലും പ്രതിവിധി നിശ്ചയിച്ച അമ്മ, ഞങ്ങൾക്ക് വേണ്ടി നിമിഷം മധ്യസ്ഥ വഹിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ രേഖകളെ, ഡോക്യുമെൻറ്റുകളെ ഈശോ നാമത്തിൽ ആശീർവദിക്കും. വിടുതൽ നൽകും. Pardon, pieces put up for grace. ഇപ്പോൾ ഓരോരോ ആഴ്ചകളിലെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉൾപ്രേരണകളിലാണ് നമ്മൾ ആധ്യാത്മിക സത്യവും അതിൻ്റെ പ്രായോഗിക, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ പ്രയോഗപരതയും അനുദിന ജീവിതത്തിൻ്റെ ഔത്സുക്യത്തിന് വേണ്ടി ആത്മശക്തീകരണത്തിലും അവലംബിയായ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്നത്. അപ്പം നാഥാനിയേലിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, അവനിൽ ഒരു കാപട്യവും ഇല്ലെന്ന്.
ഇതിപ്പോൾ നിങ്ങൾ കേട്ട് കേട്ട് മടുത്ത് കാണും, അതെനിക്കറിയാം. പക്ഷെ അതല്ല ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നു. കർത്താവ് ഇത്രയും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു മനുഷ്യൻ ബൈബിളിൽ കാണത്തില്ല. കർത്താവ് കുറേ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്, നമ്മൾ അടുത്ത ടോക്കിൽ അത് എടുക്കും. പക്ഷേ ഇത് യഥാർത്ഥ ഇസ്രായേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്, എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് നാഥാനിയേലിനെ കർത്താവ് തൻ്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കാതിരുന്നത്? എനിവേ, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നാഥാനിയേലില്ല. അപ്പോഴേ കാപട്യമില്ലാതെ ജീവിച്ചത് കൊണ്ട് മാത്രം കർത്താവിൻ്റെ ശിഷ്യത്വത്തിൽ പരമ്പരയിൽ വരണമെന്ന് നിർബന്ധമില്ല എന്നുള്ള ഓക്കെയല്ലേ? എന്നുവെച്ചാൽ കാപട്യം നിങ്ങൾ ചെയ്ത് കൂട്ടണമെന്നല്ല അർത്ഥം. കാപട്യം നിലനിൽക്കണമെന്നല്ല, കാപട്യത്തിന് ലൈസൻസ് ഒപ്പിച്ചെടുക്കുകയല്ല. മറിച്ച് ശിഷ്യത്വം അതിനേക്കാൾ ഗൗരവതരമായ ചില മൂല്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കാപട്യം ഉണ്ടായില്ലെങ്കിലും എന്താണ്, കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മുമ്പിലുള്ള ഇപ്പം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ, വിശ്വസിക്കുന്നവരാണ് നമ്മൾ, ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ എങ്കിലും അവിടെ വരണത്, നീ ഉടമ്പടി എടുത്താലും എങ്ങനെ ജീവിച്ചാലും ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. എന്താണ്? കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങണം. നടപടി 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ, ഫസ്റ്റ് പാർട്ടിയാണല്ലോ അറിയാം. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. നീ ആരെക്സോർവായി, നീ ആരായാലും ഞാൻ ആരായാലും ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണം. ഞാനവർക്ക് ഈ ദൈവത്തിന്, ഈ ദാവീദിന് ഇത്രയും മനസ്സിന് ഇണങ്ങാൻ ഉണ്ടായ കാരണങ്ങൾ എന്താണ്? ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിലും ദാവീദ് തൻ്റെ കൈവിട്ടു പോയ ഒരു ജീവിതം ഉണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാം, ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. തൻ്റെ കയ്യിൽ നിന്ന് ജീവിതം കൈവിട്ടു പോകുന്നെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ കൈവിട്ടു പോണ ജീവിതത്തെക്കുറിച്ചല്ല പറഞ്ഞത്. കർത്താവ് കൈവിട്ടു പോകരുതെന്നുള്ള കണ്ണീരോടെയുള്ള പ്രാർത്ഥനയാണ്. എന്താണ്? എൻ്റെ കയ്യിൽ നിന്ന് വല്ലാത്ത അബദ്ധങ്ങൾ സംഭവിച്ചു, എനിക്ക് ഈ അവസ്ഥയിൽ ഒന്നേ പറയാനുള്ളൂ. എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അതൊരു ചങ്ക് നുറുങ്ങിയൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറയണം. തിരുക്കുമാരനും ഒരു കോടി നന്ദി. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ വിശുദ്ധമായ അൾത്താരയിൽ സാക്ഷികളായി നിർത്തിയതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് ഷിൽജ ബേബി. ഞാൻ പാവർട്ടി സെൻറ്റ് ജോസഫ് തീർത്ഥകേന്ദ്രം ഇടവകാംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒരുപാട് ആത്മീയമായ ഉണർവുണ്ടായി. പരിശുദ്ധ അമ്മയെ കൂടെ നടക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. ഞാൻ ഒന്നാമതായി നിയോഗം വെച്ചത് പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നിറച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഇടവരുത്തണമേ എന്നായിരുന്നു. അതുപ്രകാരം എൻ്റെ ജീവിത പങ്കാളിക്ക് 40 വർഷത്തിലേറെയായി പുകവലി എന്ന ദുശീലമുണ്ടായിരുന്നു. അപ്പോൾ ഈ സന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എനിക്ക് വേണ്ടി നിയോഗം വയ്ക്കണമെന്ന്. പക്ഷെ ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് അമ്മ പറയുന്നതായി തോന്നി, ഇത് നിയോഗം വയ്ക്കേണ്ട ആവശ്യമില്ല, എൻ്റെ കണ്ണിൽ നോക്കി നീ ഈ നിയോഗം പറഞ്ഞാൽ മതി. ഭർത്താവിനോടും അതുപ്രകാരം ഞാൻ പറഞ്ഞു, അമ്മയെ നോക്കി ഇതൊന്ന് പറഞ്ഞാൽ മതിയെന്ന്. അമ്മ അത് സാധിച്ചു തരുമെന്ന്. ഞാൻ നിയോഗം വെച്ചില്ല, എങ്കിലും നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും എല്ലാം ദിവസവും കൊടുക്കാറുണ്ട്, പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ പുകവലി പൂർണ്ണമായും മാറിക്കിട്ടി. ഇന്ന് 2 വർഷത്തോളമായി
നിശേഷം പുകവലിക്കുന്നില്ല. അതുമാത്രമല്ല, പുകവലിക്കുന്നവരുടെ ആ സ്മെല്ല് കേൾക്കുമ്പോൾ പോലും ആൾക്ക് പ്രത്യേകമായ ഒരു അസ്വസ്ഥതയാണ്. രണ്ടാമതായി എൻ്റെ മകൻ്റെ കാര്യമാണ്. മകന് വ്യക്തിപരമായ എന്തോ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഉടമ്പടിക്ക് ശേഷം 90 ദിവസത്തിനുള്ളിൽ. അപ്പോൾ എനിക്ക് അമ്മയുടെ ഈ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ ഉടമ്പടി കാശ് രൂപം ഞാൻ അവൻ്റെ തലയിണയുടെ അടിയിൽ വെച്ച് 7 ദിവസത്തോളം പ്രത്യേകമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപ്രകാരം ഞങ്ങളുടെ അടുത്തുള്ള പരിശുദ്ധ മാതാവിൻ്റെ ഒരു തീർത്ഥകേന്ദ്രത്തിൽ ഞാനും മകനും രാത്രി പെരുന്നാൾക്ക് പോയപ്പോൾ ആ തീർത്ഥകേന്ദ്രത്തിൻ്റെ മുൻപിൽ വെച്ച് അവൻ എന്നോട് അവൻ്റെ അലട്ടുന്ന പ്രശ്നം തുറന്നു പറയുകയുണ്ടായി. അത് ഞാൻ വീട്ടിൽ വന്ന് ജീവിത പങ്കാളിയോടും ഞങ്ങൾ ഒത്തൊരുമിച്ച് പറഞ്ഞതിന് ശേഷം അത് ക്ലിയർ ചെയ്തു. അവന് ആ ബന്ധനത്തിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കുകയുണ്ടായി. ഉപ്പും തേനും ഞാൻ കൊടുത്തിരുന്നു. മൂന്നാമതായി എൻ്റെ മകന് ഒരു ആക്സിഡൻറ്റ് കേസ് അവൻ മൂലം ഉണ്ടായിരുന്നു. അത് കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം അവന് പാസ്പോർട്ട് ലോങ് ടൈം ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. 1 ഇയറിനാണ് പാസ്പോർട്ട് കിട്ടിയിരുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം നിയോഗം വെച്ച് അഭിഭാഷകയായ അമ്മയെ ഞങ്ങളുടെ കോടതി കേസുകളിൽ മേൽ കൃപയുണ്ടാകണമേ എന്ന് നിയോഗം വെച്ചിരുന്നു. 6 മാസത്തിനുള്ളിൽ ആ കേസ് ക്ലിയറായി കോമ്പൻസേഷൻ കൊടുത്ത് അത് അവസാനിപ്പിക്കുവാനും അവന് പാസ്പോർട്ട് ലോങ് ടൈമായി 10 വർഷത്തേക്കുള്ള പാസ്പോർട്ട് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. മോന് വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അവന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ യൂട്യൂബിൽ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 2021 മുതൽ 23-ലാണ് പരിശുദ്ധ അമ്മ എന്നെ ഈ ആലയത്തിലേക്ക് എത്താൻ കൃപ നൽകിയത്. അവന് അന്നേരം തന്നെ ജോലി ഒരെണ്ണം കിട്ടിയിരുന്നു. പിന്നീട് ഈ ജോലിയിൽ ഉന്നതി ഉണ്ടാവാനും വിശുദ്ധിയിലായിരിക്കാനും പ്രാർത്ഥിച്ചു. അവന് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം ഒരു ഇൻ്റർവ്യൂ നടന്നു. അങ്ങനെ പൂനെയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവന് ബാംഗ്ലൂർ ഒരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂ പാസ്സായി. 5 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഓരോ ഇൻ്റർവ്യൂ നടക്കുമ്പോഴും അവൻ എന്നെ വിളിച്ച് പറയും, അമ്മയുടെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് ഞാൻ എടുത്തു പറയുന്നത്, അവൻ ഇങ്ങനെ പറയുമായിരുന്നു, പരിശുദ്ധ അമ്മ എല്ലായിടത്തും ഉള്ളതല്ലേ, പിന്നെ ഇവിടേക്ക് എന്തിനാണ് നമ്മളിങ്ങനെ ഓടിപ്പോകുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നിയോഗം വെച്ചു, അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എൻ്റെ മകനെ ഉയർത്തണമേ എന്ന്. അവൻ ഈ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ എൻ്റെ അടുത്ത് ഓരോ ഇൻ്റർവ്യൂവിനും പറയും, വളരെ ടഫ് ഇൻ്റർവ്യൂ ആണ്, എങ്കിലും എങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയില്ല. എല്ലാം വളരെ ഭംഗിയായി 5 റൗണ്ടും അവൻ പാസ്സായി. ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞു. അതിലും പ്രത്യേകതയുണ്ട്. ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞിട്ട് 24 hours കഴിഞ്ഞിട്ടും ഓഫർ ലെറ്റർ കിട്ടിയില്ല. അവന് നിലവിലുള്ള ജോലിയിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയായിരുന്നു. അന്നേരം അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഉച്ചയായി. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മയുടെ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവല്ലേ, ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എനിക്കിതുവരെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എന്തോ ജോലി അടുക്കളയിൽ പണിയായിരുന്നു. ഞാൻ കൈ കഴുകി വേഗം വന്ന് അമ്മയുടെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അവനും ഒപ്പം വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ചൊല്ലിയത്. അവന് നെറ്റിയിൽ ഞാൻ ഫോണിൽ കുരിശ് വരച്ച് പേടിക്കേണ്ട, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കുന്നതിന് മുൻപ് തന്നെ ഫോൺ വെച്ച് ഞാൻ ബൈബിൾ തുറന്നു. അപ്പോൾ നല്ല അനുകൂലമായ വചനമാണ് കിട്ടിയത്. അതിനുശേഷം അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, അമ്മയുടെ മാതാവ് അടിപൊളിയാട്ട, ഇപ്പം തന്നെ എനിക്ക് കോൾ വന്നു, ഓഫർ ലെറ്റർ ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് പറയാനായി ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരുന്നു. അന്നേരം ഈ ഒരു സാക്ഷ്യമായിട്ട് പറയാൻ പറ്റില്ല, ജീവിത പങ്കാളി കൂടെ ഇല്ലാത്തതുകൊണ്ട് മറ്റ് സാക്ഷ്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോയി. ആ ഓഫർ ലെറ്റർ വെച്ച് അവൻ വീണ്ടും ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം നിലവിൽ പൂനെയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഓഫർ ലെറ്റർ കിട്ടിയത് ബാംഗ്ലൂർക്ക് മാറാൻ ആൾക്ക് മനസ്സുകൊണ്ട് എന്തോ ഒരു തൃപ്തിയില്ലായിരുന്നു. അന്നേരം ഈ പൂനെയിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ പാസ്സായി. അത് ഇതിനേക്കാളും കൂടുതൽ തുക നമുക്ക് സാലറി കിട്ടുന്ന രീതിയിൽ അവന് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. അവൻ അവിടെ ജോയിൻ ചെയ്തു. കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, അവിടെ വരാമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ലാസ്റ്റ് മൊമെൻറ്റിൽ
അവിടെ ജോയിൻ ചെയ്യുന്നില്ല എന്ന് അറിയിച്ചത് പ്രകാരമാണ് ആ സീറ്റ് എൻ്റെ മോന് ജോലിക്കായി അമ്മ മാതാവ് ഒരുക്കി വച്ചിരുന്നത്. കഴിഞ്ഞ തവണ സാക്ഷ്യം പറയാതെ പോയത് അതിനേക്കാൾ ഉന്നതമായ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് മാറ്റിവെച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും നന്നായി ഞാൻ മോനും വീട്ടിലെ എല്ലാവർക്കും ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ 3-ാം തവണ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ കാറ് മോനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോൾ അവന് ഈ പറഞ്ഞ മാതിരി അന്നേരമൊന്നും വിശ്വാസം അത്ര അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ മുൻപേ പോകുന്ന ഒരു കാറ് സിഗ്നൽ കണ്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ഇവനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പെട്ടെന്ന് അത് ഓവർടേക്ക് ചെയ്ത് അടുത്ത റോയിലേക്ക് വണ്ടി കയറ്റി നിർത്താൻ പറ്റി. എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവനോടനടി ആ സ്റ്റിയറിങ്ങിൽ തലവെച്ചിട്ട് പറഞ്ഞു, ആരോ എൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ പിടിച്ച് മാറ്റി, എനിക്ക് ഒന്നും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നു അത് അമ്മ മാതാവിൽ കൂടുതൽ വിശ്വാസം വരുന്നതിന് വേണ്ടിയാണെന്ന്. അടുത്തതായി എൻ്റെ സ്വന്തമായ ഞാൻ ജനിച്ചു വളർന്ന വീട് 21 വർഷത്തോളമായി അപ്പച്ചൻ പണിത വീട്ടിൽ ആങ്ങള താമസിക്കുന്നില്ല. അവൻ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അത് ഒരു ഭാഗമൊക്കെ നശിച്ചു തുടങ്ങിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ഭവനത്തെ പുനരുദ്ധരിക്കണമേ എന്ന്. സങ്കീർത്തനത്തിലെ ആ ഭാഗം, ബൈബിൾ ഭാഗം പുനരുദ്ധരിക്കണമേ എന്നുള്ള ഭാഗം ഞാൻ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ വീടിൻ്റെ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ആ വീടിൻ്റെ പുനരുദ്ധാരണം നടന്ന്, പുനരുദ്ധാരണം എന്നല്ല, ഒത്തിരി വലിയ വീടാക്കി വളരെയധികം സൗകര്യത്തോടു കൂടി അവനത് പുനരുദ്ധരിക്കുകയും അവിടേക്ക് താമസം മാറ്റുകയും മക്കളെയെല്ലാം ഇങ്ങോട്ട് അഡ്മിഷൻ എടുക്കുകയും ഞങ്ങൾക്കെല്ലാവർക്കും ഇനി ഒരു അപ്പച്ചൻ മരിച്ച ഓർമ്മ ദിവസമാകട്ടെ, പെരുന്നാളാകട്ടെ, എന്തിനായാലും അവിടെ ഒന്നു ചേർന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഒന്നു ചേരാനുള്ള കൃപ ലഭിച്ചു. ഞങ്ങൾക്ക് 3 വർഷത്തോളമായി ഒരു ഉടമ്പടി എടുക്കുന്നതിന് മുൻപ്, കൊറോണ കാലത്തിന് മുൻപ് ഒരു കട തുടങ്ങണമെന്ന് ആഗ്രഹം. കട ഉണ്ട്. ആൾക്ക് 2015 ഒരു ആക്സിഡൻറ്റ് പറ്റി 3 വർഷത്തോളമായിട്ട് കിടപ്പായിരുന്നു. ദൈവമാതാവിൻ്റെയൊക്കെ പ്രത്യേക സംരക്ഷണത്താലാണ് അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടിയത്. അവിടെ നിന്ന് വേറെ ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ചെറിയൊരു ലോട്ടറി കട നടത്തുകയായിരുന്നു. അപ്പോൾ മോന് വരുമാനമൊക്കെ ആയപ്പോൾ കുറച്ചും കൂടിയും മെച്ചപ്പെട്ട രീതിയിൽ അപ്പച്ചനെ ഒരു കടയിട്ട് ഇരുത്തണമെന്ന് അവന് ആഗ്രഹമുണ്ടായി. ഈ ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ 3 വർഷത്തോളമായി ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം ഉടമ്പടിയിൽ വച്ചില്ലെങ്കിൽ തന്നെയും മാതാവ് അതിൽ ഇടപെടുകയും ഞങ്ങൾക്ക് മെയിൻ റോഡിൽ തന്നെ ഒരു ചെറിയൊരു കട തുടങ്ങുവാനും അതിൽ ഇന്നും നല്ല വരുമാന മാർഗമായി മുന്നോട്ട് പോകുന്നു. അമ്മയുടെ ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയ തിരുസ്വരൂപം ആ കടയിൽ പ്രതിഷ്ഠിക്കുകയും ഉപ്പും തേനും ഉപ്പ് വിതറുകയും ഒക്കെ ചെയ്തിരുന്നു. നല്ല രീതിയിൽ ആ കട മുന്നോട്ട് പോകുന്നു. ഈ കാരുണ്യ പ്രവൃത്തികളായി ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾ ഒത്തിരി വേദനകൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് രോഗികളായവരുടെയും വേദനിക്കുന്നവരുടെയും വിഷമം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും, ഞങ്ങളുടെ അടുത്തുള്ളവർ രോഗികളാണെന്ന് കേട്ടാൽ ഒരു ഞായറാഴ്ച അവധി കിട്ടിയാൽ ഓടിപ്പോയി അവരെയൊക്കെ കണ്ട് അവരോട് സംസാരിക്കും. അവർക്ക് ഞങ്ങൾക്കാവുന്ന രീതിയിൽ അവരെ സഹായിക്കും. പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ സന്ദർശിക്കാറുണ്ട്. അവിടെ നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ കൃപാസന പത്രമെല്ലാം അവിടെ കൊടുത്ത് അവരോട് സംസാരിക്കാറുണ്ട്. കൂടാതെ തൃശ്ശൂർ പീസ് ഹോമുണ്ട്. വളരെയധികം തളർന്ന് വർഷങ്ങളോളം കിടപ്പായിട്ടുള്ള രോഗികളായ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുമക്കളും കഴിയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോയി അവർക്ക് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. അവർക്ക് ഭക്ഷണമെല്ലാം വാരി കൊടുക്കണം, അവരോട് സംസാരിക്കണം. അവർക്ക് നമ്മളൊക്കെ ചെല്ലുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അത് തന്നെയല്ല, അവരുടെ വായിൽ നിന്ന് പറയുന്ന സംസാരം കേൾക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ പിന്നിലാണ്. അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ സന്തോഷിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് അവരുടെ അവസ്ഥയിലും അവർ നന്ദി പറഞ്ഞ് ജീവിക്കുന്നത് കാണുമ്പോൾ അതും കൂടി എനിക്ക് പഠിക്കാൻ സാധിച്ചു. അത് തന്നെയല്ല, അവർക്ക് പഴയ വസ്ത്രങ്ങളൊക്കെ, തുണികൾ അവർക്ക് നല്ലോണം വേണം. എല്ലാ ആവശ്യങ്ങളും ബെഡിൽ കിടന്നായതുകൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ തുണികൾ മറ്റുള്ളവരെ നിന്നൊക്കെ ശേഖരിച്ചും എൻ്റെ കയ്യിലുള്ളതും ഞാൻ ബസ് കയറി പോയി അവിടെ കൊണ്ടു കൊടുക്കാറുണ്ട്. അവർക്ക് അതൊക്കെ വെട്ടി നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനെല്ലാം അസിസ്റ്റേഴ്സിനെ ഞാൻ സഹായിക്കാറുണ്ട്.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം എല്ലാം കൊടുക്കും. പിന്നെ ആൾക്ക് ഈ ആക്സിഡൻറ്റ് മൂലം ഒരുപാട് സ്റ്റിറോയിഡുകളും മരുന്നുകളും കയറി കരൾ രോഗം ബാധിച്ചു. അത് 2023 തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ കരൾ രോഗം ഗ്രേഡ് 3 ആണ്. എങ്കിലും 6 മാസം കൂടുമ്പോഴുള്ള എൻഡോസ്കോപ്പിയും 1 വർഷം കൂടുമ്പോഴുള്ള സ്കാനിങ്ങും എല്ലാം ചെയ്യുമ്പോഴും 50% ഡാമേജ് ആയ കരളാണെങ്കിലും ഒന്നും കുഴപ്പമില്ല എന്നാണ് ഓരോ തവണയും ഡോക്ടേഴ്സ് നോക്കിയിട്ട് റിപ്പോർട്ട് നോക്കിയിട്ട് പറയാറ്. നിരന്തരം ഞാൻ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം ട്രീറ്റ്മെൻറ്റിനായി ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളും അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും വരുമ്പോൾ അമ്മയുടെ കാശ് രൂപം കുറച്ച് വാങ്ങിക്കൊണ്ട് പോകും. അത് അർഹതപ്പെട്ടവർക്ക് കാണുന്നവർക്ക് കൊടുക്കാറുണ്ട്. എപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് OPയിൽ പോകുമ്പോഴും ഒരാളെയെങ്കിലും എനിക്ക് പ്രത്യേകമായി അമ്മ കാണിച്ചു തരും. അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ കേട്ട് അവർക്ക് ആശ്വാസം കൊടുക്കാനും അതുപോലെ തന്നെ അമ്മയെക്കുറിച്ച് പറയാനും പത്രം കൊടുക്കാനും ശ്രമിക്കും. അതുപോലെ തന്നെ അവരുടെ നമ്പർ ഞാൻ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ വാട്സപ്പിൽ നമ്മുടെ യൂട്യൂബിലെ ആരാധനയും മറ്റ് സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ അയച്ചു കൊടുത്ത് നിരന്തരം ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അനുദിന ശുശ്രൂഷ ഇവിടുത്തെ പ്രാർത്ഥന ഡെയിലി ബ്രെഡ് എല്ലാവർക്കും അയച്ചു കൊടുക്കും. എൻ്റെ സ്റ്റാറ്റസായി ഇടും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. എല്ലാ കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇന്നല്ല അതിനു മുൻപേ തന്നെ ഉണ്ടായെന്ന് പറയാം. ഞാൻ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചത് ഫാത്തിമ മാതാവിനോടുള്ള ഒരു പ്രതിഷ്ഠാ ജപം ചൊല്ലിയിട്ടാണ്. ആ ജപം ഇന്നും ചൊല്ലുന്നു. അതുകൊണ്ടാണ് ഈ ജീവിത പങ്കാളി ഇന്ന് ജീവനോടെ ഈ ആൾത്താരയിൽ പോലും നിൽക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിൻ്റെ സംരക്ഷണം അത്രമേലുണ്ടായിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞ് 22 ദിവസം അബോധാവസ്ഥയിൽ കിടന്ന വ്യക്തിയാണ് അമല ഹോസ്പിറ്റലിൽ തൃശ്ശൂർ. 45 ദിവസം കണ്ടിന്യൂസ് ആശുപത്രിയിലായിരുന്നു. അതെല്ലാം മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ദൈവം വാങ്ങി തന്നതാണ്. വിശുദ്ധ ഔസേപ്പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും ഒരുപാട് നന്ദി. എൻ്റെ കുടുംബാംഗങ്ങളുടെ മുഴുവൻ. ജസ്ന മരുമോളും ജസ്ന കുഞ്ഞ് കൃപൽ മരിയ. ഞാൻ 2019 ഇവിടെ ഉടമ്പടി എടുത്തത്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് എൻ്റെ മാതാവ് വഴി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയതിൻ്റെ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. 7 വർഷമായി എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഇവർക്ക് PCODൻ്റെ മോൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ PCODൻ്റെ മരുന്നൊക്കെ കുറച്ച് കഴിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ മോൾക്ക് 2 പ്രാവശ്യം ഗർഭിണിയായി 1.5 മാസം വളർച്ചയെത്താതെ അബോർഷൻ ആകുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ മോളെ നോക്കുന്ന ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുകയില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ പറഞ്ഞു മക്കൾ നിങ്ങൾ വിഷമിക്കേണ്ട, മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ദൈവം ഡോക്ടറാണോ? വലിയ ആൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ കൃപാസനത്തിൽ അമ്മ നമ്മുടെ കൂടെയുണ്ട്, ഈശോയും നമ്മുടെ കൂടെയുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? മോനാണെങ്കിലും ഭയങ്കര വിഷമമായിരുന്നു, സങ്കടമായിരുന്നു. ഇവൾ പിന്നെ അതിനുശേഷം ഉടമ്പടി എടുത്തപ്പോൾ ഇവൾക്ക് പിന്നെ അത്ര വിഷമം തോന്നില്ല. പക്ഷേ ഇവനെ എപ്പോഴും കരച്ചില്ല, കുഞ്ഞുങ്ങളെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും കളിയാക്കുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് ഇതുവരെയും കുഞ്ഞുങ്ങളുണ്ടായില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിയപ്പോഴും ഇവർക്കൊരു കളിയാക്കുന്നതായിരിക്കില്ല, അവരിങ്ങനെ ചോദിക്കുമ്പം നമുക്ക് അങ്ങനെ ഒരു തോന്നൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും പിന്നെ ഷാർജയിലേക്ക് പോയി. ആദ്യം ഇവൾ ഷാർജയിൽ കുറേ നാളുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അന്നേരമാണ് ഈ കുഞ്ഞുങ്ങളുണ്ടായി അബോർഷനായി പോയത്. അതിനുശേഷം പിന്നെ ഇവളെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവൾ പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവൾ പിന്നെ ഗർഭിണിയായി, അത് അബോർഷനായി പോയി. പിന്നെ ഇവളെ വീണ്ടും ഷാർജയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൃപാസനത്തിലേക്ക് വരുവാണെന്ന് ഇവരെ വിളിച്ചു പറഞ്ഞപ്പം ഇവരെന്നോട് പറഞ്ഞു, മമ്മി എന്നാൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇട്ട് തരാം, മമ്മി അതൊന്ന് കൊണ്ട് പിന്നെ അവിടെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ ഫോട്ടോ ഇട്ടതാന്ന് പറഞ്ഞിട്ട് ഞാനത് വേഗം പിന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്ത് പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അച്ഛനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്നവർ പറഞ്ഞു അവർ വരട്ടെ, അവർ വന്നാലേ പിന്നെ കാണാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു സാരമില്ല, അച്ഛനേക്കാളും വലിയൊരാൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ അവിടെ കൊണ്ടുപോയി പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ കൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, മാതാവിനെ മുട്ടിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, മാതാവേ എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ നീ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക്
ഒരു കുഞ്ഞുങ്ങളെ കൊടുക്കുക. അല്ല എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ എൻ്റെ മാതാവേ അവർ നിത്യതയോളം ദൈവത്തെ മഹത്വപ്പെടുത്തി കുഞ്ഞില്ലെന്നുള്ള സങ്കടത്തിൽ ജീവിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, ഞങ്ങളെല്ലാവരും നിത്യതയോളം ദൈവത്തെ മഹത്വപ്പെടുത്തി കുഞ്ഞില്ലെങ്കിലും ദൈവം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ ജീവിക്കാനായിട്ട് സഹായിക്കണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോളെ പിറ്റേ മാസം പ്രഗ്നൻ്റായി. അങ്ങനെ അവിടെ തന്നെ ഇവർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. ഞാനിവിടെ നാട്ടിലാണുള്ളത്, ഇവർ രണ്ടുപേരും അവിടെയും. അപ്പോൾ ഒരു 3 മാസമായപ്പോഴത്തേക്കും അവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം ഞാനും കൂടെ അവിടെ പോയിട്ട് മോളെ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പം ഞാനവിടെ ചെന്ന ഉടനെ തന്നെ ഞാൻ എപ്പോഴും മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് ഇവൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. മോളുടെ വയറ്റിൽ പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം അടിവയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ പരിശുദ്ധ അമ്മയുടെ പിന്നെ അഭിഷേക തൈലം എടുത്ത് നെറ്റിയിൽ കുരിശ് വരയ്ക്കും. ഞങ്ങളെല്ലാവരും, മോനും ഓൺലൈനിൽ ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും മോൾക്ക് പെട്ടെന്ന് ഓക്സിജൻ കുറഞ്ഞു പോവുകയും ജലദോഷം, അവൾക്ക് ശ്വാസമുട്ടുള്ളതാണ്, ശ്വാസമുട്ട് കൂടിയിട്ട് ഓക്സിജൻ കുറഞ്ഞു പോവുകയും പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ ഓക്സിജൻ നഷ്ടപ്പെടുമെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഞങ്ങളവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം അവർ ഞങ്ങളെ അവിടുന്ന് പെട്ടെന്ന് ഒരു വണ്ടിയിൽ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് ഞങ്ങളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളെ സാധാരണ ഹോസ്പിറ്റലിലേക്ക് കഴിഞ്ഞ് ഷാർജയിലൊക്കെ എങ്ങനെയാണ്, ഷാർജയിലൊക്കെ പോയവർക്കൊക്കെ അറിയാമായിരിക്കാം. നമ്മുടെ നാട്ടിൽ അവിടെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് കഴിഞ്ഞും ഭയങ്കര പൈസയായിരിക്കും. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഞങ്ങൾ എന്നാ ചെയ്യും, എൻ്റെ കുഞ്ഞിനെ അവിടെ എങ്ങനെ കൊച്ചിൻ്റെ അവിടെ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാടക, ഇവരുടെ വാടക, ഇവർ രണ്ടുപേർക്കും ജോലിയുണ്ട്. പക്ഷെ എന്നാലും വാടകയും ഭക്ഷണവും കൊച്ചിൻ്റെ ചികിത്സ എല്ലാം കൂടെ അങ്ങനെ നമുക്ക് കഷ്ടിച്ച് പോകാനേ പറ്റുള്ളായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരാതെ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നേക്കണം അമ്മേ. അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് അമ്മയുടെ കുഞ്ഞിന് കൃപൽ മരിയാന്ന് പേരിട്ടേക്കാം അമ്മേ, ഒരു കുഴപ്പം ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ തന്നേക്കണേ അമ്മേ എന്ന് പറഞ്ഞു. അമ്മ തന്നതല്ലേ ഞങ്ങൾക്ക്, ഇനി ഞങ്ങളെ കണ്ണീരിൽ ആഴ്ത്തല്ലേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വേഗം റൂമിൽ പോയിട്ട് ഉപ്പും തൈലവും എടുത്തുകൊണ്ട് തൈലവും ഉപ്പും എടുത്തുകൊണ്ട് ഞാൻ മോളെയും കൂട്ടി പെട്ടെന്ന് മോനും അങ്ങോട്ടേക്ക് വന്നു. മോൻ ജോലി സ്ഥലത്ത് നിന്ന് മോനും അങ്ങോട്ടേക്ക് വന്നു. അവർ തന്നെ വേഗം ഒരു വണ്ടി, ഇവൻ്റെ കമ്പനിയിൽ ഒരു വണ്ടി എടുത്ത് ഓക്സിജൻ സിലിണ്ടർ വെച്ച് അവിടുന്ന് പോയി പെട്ടെന്ന് അവിടുന്ന് വീൽ ചെയറിൽ കയറ്റി കൊണ്ടുപോയി. അപ്പം വീൽ ചെയർ കയറ്റി പെട്ടെന്ന് എമർജൻസി ആയിട്ട് കൊണ്ടുവന്നാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടെന്ന് മറ്റേ ഹോസ്പിറ്റലിൽ നമ്മളോട് പറഞ്ഞു വിട്ടു. പെട്ടെന്ന് അവർ എല്ലാ കാര്യങ്ങളും എല്ലാ ടെസ്റ്റുകളും പെട്ടെന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ എക്സ്റേ എടുക്കാനായിട്ട് ഇവരോട് എഴുതി ഒപ്പിട്ട് മേടിച്ചു. എക്സ്റേ എടുത്ത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് എന്തെങ്കിലും ആയാലും അവർ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മോനും കരഞ്ഞ് പ്രാർത്ഥിച്ചു. മോളാണേലും ഭയങ്കര സങ്കടത്തിൽ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ ഉപ്പൊക്കെ എടുത്ത് ഇച്ചിരി വായിൽ കൊടുത്തു, അതുപോലെ തേൻ കൊടുത്തു, തൈലം എടുത്തിട്ട് മോളുടെ വയറ്റിൽ കുരിശ് വരച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ കുറേ കട്ടിയുള്ള തുണിയൊക്കെ മോളുടെ വയറ്റത്തിൽ ഇട്ടിട്ടാണ് അവർ എക്സ്റേ എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പരമാവധി കുഞ്ഞിനൊന്നും പറ്റാത്ത രീതിയിൽ നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇവരോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നമ്മുടെ അമ്മ മാതാവല്ലേ, എന്തിനാണ് വിഷമിക്കുന്നത്, നമ്മളെല്ലാം എല്ലാവരും ഉടമ്പടിയിലല്ലേ, വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്ക് തന്നതിനെ ദൈവം എന്തായാലും തിരിച്ചെടുക്കില്ല, ഒന്നും അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഇവരോട്. എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് 1.5 ദിവസത്തോടെ കിടന്നു. 1.5 ദിവസത്തോടെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ എല്ലാ കാര്യങ്ങളും, ഇവൾക്ക് ഫുഡ്, എല്ലാ സംഭവം, മരുന്നെല്ലാം അവർ ഫ്രീ ആയിട്ട് കൊടുത്തു. ഞങ്ങൾ എമർജൻസി ആയിട്ട് ചെന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ പൈസ മുടക്കേണ്ടി വന്നില്ല. അതിനുശേഷം ഞങ്ങൾ റൂമിൽ വന്നിട്ട് പിന്നെ കുഞ്ഞിനൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാനൊരു ദിവസം 1000 മണി ജൗമാലിയൊക്കെ ചെല്ലും, മാതാവേ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല. ഞാൻ ഇറച്ചിയൊക്കെ ഒഴിവാക്കി, ഞാൻ എൻ്റെ മോളുടെ പ്രസവം കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ടേ ഞാൻ ഇറച്ചിയൊക്കെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് നേർച്ചയൊക്കെ നേർന്ന് ഞാൻ മാംസമൊക്കെ ഒഴിവാക്കിയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആശുപത്രിയിലേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊരു ദിവസം കാണിച്ചു തരണം, ഞങ്ങൾക്ക് ഇവിടെ ഒരു പരിചയമില്ല, ഞങ്ങൾക്ക് രാത്രിയിൽ കുഞ്ഞവരെയും കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല അമ്മയെ സഹായത്തിനായിട്ട്, എൻ്റെ അമ്മ യേശു അല്ലാണ്ട് ആരുമില്ല സഹായത്തിനെന്ന് പറഞ്ഞ് രാത്രി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, കുറേ ദൂരെയാണ് ഇവിടെ നോക്കുന്ന ഡോക്ടറെ ഹോസ്പിറ്റൽ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് എനിക്കൊരു ദിവസം കാണിച്ചു തന്നു. ഒരു പിന്നെ കലണ്ടറില്ല, ഒരു കലണ്ടർ കാണിച്ചിട്ട് അതിൽ ചുമന്ന മഷി കൊണ്ടൊരു ദിവസമാണ്. ചുമന്ന മഷി കൊണ്ട് അവിടുത്തെ ഞായറാഴ്ചയും ശനിയാഴ്ചയാണ് അവിടെ ചുമന്ന മഷി കൊണ്ട് കലണ്ടറിൽ അടയാളപ്പെടുത്തിയേക്കണേ. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, മാതാവ് ഒരു ദിവസം ഇങ്ങനെ ഒന്നെങ്കിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ആയിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവള് മാസം പൂർത്തിയായപ്പോഴത്തേക്കും
പിന്നെ കൊച്ചിന് വേദനയൊക്കെ പയ്യെ തുടങ്ങി. അപ്പോൾ തലേ ദിവസം അനിയത്തിയുടെ മോൻ വീട്ടിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ആരുമില്ലല്ലോ, റൂമിൽ വന്ന് അവൻ്റെ അടുത്ത് ആരുമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ മോളപ്പം പറഞ്ഞു, മാതാവേ അവനെ ഇവിടെ കൊണ്ടുവന്ന് വീട്ടിലൊന്ന് ആക്കിയിട്ട് പോകണം, അല്ലെങ്കിൽ അവനെ എയർപോർട്ടിൽ കുടുങ്ങി പോകില്ലേ അമ്മ ഞങ്ങൾ അവനെ കൊണ്ട് വീട്ടിലാക്കിയിട്ടേ ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റാവുള്ളേ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ മുതൽ തലേദിവസം രാത്രി മുതൽ അവൾക്ക് വേദന തുടങ്ങി. അപ്പോൾ അത് രാവിലെ മോനെ കൊണ്ട് മോൻ പോയിട്ട് അവനെ അനിയനെ കൂട്ടിക്കൊണ്ട് അനിയത്തിയുടെ മോനെ കൂട്ടിക്കൊണ്ട് റൂമിലാക്കിയിട്ട് ഞങ്ങൾ അന്നേരം തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് പിന്നെ അഡ്മിറ്റായി ഡോക്ടർ വന്ന് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഗർഭപാത്രം വികസിക്കുന്നേ ഉള്ളൂ, കുറച്ച് താമസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ വേദന തിന്ന് കുറേ കിടന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ കുഞ്ഞിനെ ഒത്തിരി വേദന തീറ്റല്ലേ അമ്മേ, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നേക്കണേ, ഓപ്പറേഷനൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല അമ്മ, ആരും ഞങ്ങളെ സഹായിക്കാൻ ഇവിടെ ഇല്ല അമ്മേ, എൻ്റെ കുഞ്ഞിനൊന്നും വരുത്താതെ തന്നേക്കണേ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ രാത്രി 12 മണിയായിട്ടും മോള് പ്രസവിക്കുന്നില്ല. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് പിന്നെയും പറയും ഗർഭപാത്രം കുറച്ചുകൂടെ വികസിക്കാനുണ്ട്. അങ്ങനെയാണ് വീണ്ടും അവർ അങ്ങനെ അവിടെ കിടത്തിയേച്ച് പോകും. അപ്പോൾ ഒരു ഡോക്ടർ വന്നിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് എല്ലാം അവിടെ ഉണ്ടായിരുന്ന മെഷീനുകളെല്ലാം ഇങ്ങനെ ഓഫാക്കി വെച്ചു. അപ്പോൾ അതങ്ങ് വന്നിട്ട് പോയി കുറച്ച് ആയില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാനവിടെ ഈ കൊച്ചിൻ്റെ കരച്ചിലുണ്ടപ്പോൾ ഞാനവിടെ മുട്ടിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ തന്നേക്കണം കേട്ടോ അമ്മേ, എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ തന്നാൽ അമ്മയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ കൊണ്ട് സാക്ഷ്യം പറഞ്ഞോളാം അമ്മേ, ഒരു കുഴപ്പമുണ്ടാക്കല്ലേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ഞാനവിടെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഒരു ഡോക്ടർ ഓടി ഇങ്ങോട്ട് വന്നു, ഒരു നീല ഡ്രസ്സ് ഇട്ട ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ എനിക്കത് മാതാവിൻ്റെ മുഖം പോലെ തോന്നി. ഓടി വന്നിട്ട് ആ മെഷീനിലെല്ലാം അങ്ങോട്ട് കുരിശ് വരച്ചു. വേഗം എല്ലായിടത്തും ഓടി വരുന്ന ആ മെഷീൻ ഈ മെഷീനൊക്കെ അങ്ങ് ഓണാക്കിയിട്ട് അതിലേക്ക് അങ്ങ് കുരിശ് വരച്ചു. അപ്പം എന്നിട്ട് പിന്നെ വേഗം 2 നേഴ്സും കൂടെ കയറി വന്നു. അപ്പോൾ ഇവരോട് പറഞ്ഞു, മോളെ നീ ഒന്ന് കുറച്ച് സഹകരിക്കും, മോളെ നീ കുറച്ച് ശക്തിയോടെ ഒന്ന് സഹകരിക്കുമെന്ന് പറഞ്ഞിങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പം അവരെന്നിട്ട് ആ നേഴ്സിനോട് അമ്മയൊന്ന് പറയമ്മേ, അവൾക്ക് ഞങ്ങൾ പറയണം മനസ്സിലാകഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, മോൾ ഇച്ചിരി ശക്തിയായിട്ടൊന്ന് പിന്നെ പുഷ് ചെയ്യും, അന്നേരം അത് കുഞ്ഞ് പുറത്തേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ എന്നെ വിളിച്ച് കാണിച്ചു, തല വന്നിരിക്കുന്നുണ്ട് അമ്മയൊന്ന് പറ അമ്മയെന്ന്. അപ്പം ഞാനെന്ത് എൻ്റെ കൊച്ചിനോട് പറഞ്ഞു മടുത്ത് ഞാനായിട്ട് പെട്ടെന്ന് തൈലം എടുത്തിട്ട് അടിവയറ്റിയെ കുരിശ് വരച്ചു. എന്നിട്ട് അടിവയറ്റിയെ കുരിശ് വെച്ച് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു കുഴപ്പമില്ല, ഇവിടെ നിന്ന് ഓപ്പറേഷനൊന്നും കൂടാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തന്നേക്കണം കേട്ടോ, ഞങ്ങൾക്ക് ആരും ഇവിടെ സഹായത്തിനില്ല, എൻ്റെ അമ്മ ഈശോ അല്ലാണ്ട് ആരുമില്ല. അപ്പം പെട്ടെന്ന് ഞാൻ അവിടെ കൈ വിരിച്ച് പിടിച്ച് ശരിക്കും ഓപ്പറേഷൻ തിയേറ്റർ ഒരു ഈശോയുടെ സ്വർഗമായിട്ട് എനിക്ക് തോന്നി. അവിടെ എന്തോ ഒരു വലിയ പ്രകാശമൊക്കെ ഇങ്ങനെ പരന്ന പോലെ. അപ്പോഴത്തേക്കും ഈ ഡോക്ടർ പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ണുനീരൊഴുകി 2 കണ്ണീർ കടലൊഴുകുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ കൈ വിരിച്ച് പിടിച്ച ഒരു ജപമാല തീരുന്നിടം വരെ ഞാൻ അവിടെ നിന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു. 12:15 ഡോക്ടർ വന്ന് എല്ലാം ഇതിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ ഇവളോട് ഒത്തിരി മോളെ സഹകരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളിന്ന് ശക്തിയായിട്ട് മുക്കിക്കുക മോളെ, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവർ. അപ്പം ഞാൻ നോക്കുമ്പോൾ തല വന്നിരിപ്പുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 12:45 പിന്നെ അവരിങ്ങനെ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിങ്ങ് വന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞ് എൻ്റെ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. എൻ്റെ മാതാവ് എപ്പോഴത്തേക്ക് ഇച്ചിരി കുഞ്ഞൊക്കെ അറിയുന്നില്ലാത്തപ്പോൾ ഞാൻ ഒട്ടും എൻ്റെ കുഞ്ഞിനൊക്കെ അറിയാത്തേ. അവർ ഇച്ചിരി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുരിശ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണീരൊഴുക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അവിടെ കൊണ്ടൊക്കെ കിടത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞവിടെ നിന്ന് കരഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ഇവൾക്ക് ഞങ്ങൾ കൃപൽ മരിയ എന്ന് പേര് വിട്ടു. അത് കഴിഞ്ഞ് 2 മാസമായപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് പെട്ടെന്ന് പോരേണ്ടി വന്നു. എൻ്റെ മോൻ്റെ ജോലി സംബന്ധമായൊരു കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവൻ അവിടുന്ന് പോരേണ്ടി വന്നു. അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് പെട്ടെന്ന് അമ്മ യോസേപ്പിതാവ് ഈജിപ്തിലേക്ക് കുഞ്ഞിനെ അമ്മയും കൂട്ടി പോയതുപോലെ ഞങ്ങൾക്ക് ഓടി പോരേണ്ട, അല്ലെങ്കിൽ അവിടുന്ന് എല്ലാം നിർത്തി പോരേണ്ടി വന്നു. ഞങ്ങളെല്ലാം എനിക്കാണെങ്കിലും 2 വർഷത്തെ വിസ എടുത്തു. അതുപോലെ എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് വിസ എടുത്തു, പാസ്പോർട്ട് എടുത്തു, എല്ലാം ഞങ്ങൾ അവിടെ ജോലിക്ക് വേണ്ടി. അപ്പം അവൻ്റെ ഓഫീസിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇവന് പിന്നെ അവിടെ ജോലിക്ക് നിൽക്കാൻ പറ്റൂല. മമ്മി എനിക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല, അമ്മ എനിക്ക് അവരുടെ കൂടെ ഇനി നിൽക്കാൻ പറ്റില്ല, മമ്മി എന്നാ ചെയ്യേണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, മോനെ വിഷമിക്കേണ്ട, നിനക്ക് പറ്റുന്നില്ല, ഇനി നിർത്തിപ്പോരെ. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പം അമ്മ മാതാവിനോട് പറയുന്നു, മോളെ നീ പേടിക്കണ്ട കേട്ടോന്ന്.
അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസമായപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേന ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അന്ന് നാട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി, പിന്നെ ഇത്ര രൂപ പറഞ്ഞ സാലറിയും അവൻ പറഞ്ഞ ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സാലറി. അങ്ങനെ ചാലക്കുടിയിൽ ഓരോ ഓഫീസിലിരുന്ന് ജോലി ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് കുഞ്ഞിനെയും കൊണ്ട് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. അമ്മ മാതാവ് എല്ലാ സംരക്ഷണവും ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനിവിടെ 2 മാസം കഴിഞ്ഞപ്പോൾ 3 മാസമായപ്പോൾ ഞാനിവിടെ വന്ന് കുഞ്ഞിൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഞാൻ മാംസമൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അന്നേരം സാക്ഷ്യം പറയാൻ എത്രയോ ദൂരെ ഒന്ന് കുഞ്ഞിനെ കൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് എല്ലാം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ, ഇവിടുത്തെ പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുന്ന ഞാൻ ഇവിടുത്തെ പത്രം കൊണ്ടുപോയിട്ട് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് പത്രം കൊടുക്കും. കുഞ്ഞിൻ്റെ കുഞ്ഞിക്കൈയിലായിരിക്കും പത്രം ഇരിക്കുന്നത്, അവളായിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അച്ഛൻ്റെ പിന്നെ ഡെയിലി ബ്ലെസ്സിങ് ഒക്കെ ഡെയിലി ബ്രെഡ് കേൾക്കും, ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കും, അതോടൊപ്പം ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കേൾക്കും. അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും, എല്ലാ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ എല്ലാവരോടും പറയും, ഞാൻ ഈ കുഞ്ഞിനെ കാണിച്ചാൽ എല്ലാവരോടും പറയും എൻ്റെ മാതാവ് തന്നതാണ്, എൻ്റെ കൃപാസന മാതാവ് തന്ന, ഇവർക്ക് മക്കളുണ്ടാവില്ലായിരുന്നു, എൻ്റെ മാതാവ് തന്ന കുഞ്ഞ്, എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെ പറയുമായിരുന്നു. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന എന്തൊരു ഇതും എൻ്റെ കയ്യിൽ ഒന്നും കിട്ടില്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. മാതാവേ, എനിക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് വയസ്സായ അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന അനുസരിച്ച് ചിലപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ഇച്ചിരി പൈസയൊക്കെ തരും. ഞാൻ അതൊക്കെ കൊണ്ട് അമ്മമാർക്കൊക്കെ കൊടുക്കും. അതുപോലെ രോഗിയായി കിടക്കുന്നവർക്ക് തൈലം കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. അതുപോലെ ഞങ്ങളൊരു 4 സെൻറ്റ് സ്ഥലം, ഞങ്ങൾക്കൊരു 18 സെൻറ്റ് സ്ഥലം മൊത്തമുള്ളൂ. ഞങ്ങളൊരു 4 സെൻറ്റ് സ്ഥലം ഞങ്ങളൊരു പാവപ്പെട്ട തളർന്ന് കിടക്കുന്ന ഒരു രോഗിക്ക് കൊടുത്തു. അതൊക്കെ പറയണമെന്ന് ഓർത്തിട്ടല്ല കേട്ടോ, ഞങ്ങൾ അത് ഇവിടെ പറയേണ്ടത് കൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങളത് ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഈ എത്രയും കാര്യങ്ങൾ എല്ലാം തന്ന് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. എൻ്റെ കുഞ്ഞുമാവെ ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചോണ്ട് കോടാനുകോടി നന്ദി പറയുന്നു. ഇങ്ങനെ 2 കാര്യങ്ങൾ എൻ്റെ മോള് പറയും. എൻ്റെ പേര് ജസ്ന, ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. 7.5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതിൽ 2ാമത്തെ വർഷവും 6ാമത്തെ വർഷവും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അതിൽ 1.5 മാസം ആയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വളർച്ച നിൽക്കുകയും 2.5 മാസം ആകുമ്പോഴത്തേക്കും ആദ്യത്തേത് ഇത് കളയുകയാണ് ചെയ്തത്. 2ാമത്തെ തന്നെ അബോർഷനായി പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിന് മുമ്പേ തന്നെ മമ്മി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ജൂലൈ 1-ാം തീയതിയാണ്. അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് പോവുകയും ഒരു അബോർഷൻ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആദ്യ മാസങ്ങളിൽ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. ഒരു 7 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ നോക്കുന്നത്. അതിൽ ആ ഇടയ്ക്കാണ് മമ്മി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തത്. ആദ്യത്തെ 2 പ്രഗ്നൻസിയിലും ഞങ്ങൾ സ്കാനിങ്ങിന് പോകുമ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് കേൾക്കില്ലായിരുന്നു. കുഞ്ഞ് വളർച്ചയില്ലാണ്ട് പോവുകയാണ് ഉണ്ടായിരുന്നത്. 3ാമത്തതിൽ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ 1.5 മാസമായി ചെന്ന് കഴിഞ്ഞപ്പം ഹാർട്ട് ബീറ്റ്സ് കേട്ടു. അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക അനുഗ്രഹ നിമിഷം എന്ന് പറയാം. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ച് ഏട്ടനെയും ആ ഹാർട്ട് ബീറ്റ്സ് കേൾപ്പിച്ചു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹ നിമിഷം തന്നെയായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് മാതാവിനെ മുറുകെ പിടിച്ച്, അതിന് മുന്നേ അതെ ഉടമ്പടിക്ക് എടുത്തതിന് ശേഷം മാതാവിനെ മുറുകെ പിടിച്ച് എന്നും ഉപ്പും തൈലവും കഴിക്കുമായിരുന്നു. വയറ്റിൽ ഉടമ്പടി തൈലം തേക്കുമായിരുന്നു. എനിക്ക് PCOD ഉണ്ടായിരുന്നു, പീരിയഡ്സ് റെഗുലർ അല്ലായിരുന്നു. അതിനുശേഷം എനിക്ക് പീരിയഡ്സ് റെഗുലറായി, ഞാൻ പ്രഗ്നൻ്റ് ആയി. ഇപ്പോഴും എനിക്ക് പീരിയഡ്സ് റെഗുലറായി തന്നെ പോകുന്നു. എൻ്റെ PCOD മാറിയിട്ടുണ്ട്. ഞാൻ IVF IOS ഒന്നും ചെയ്തിട്ടല്ല കുഞ്ഞുണ്ടായത്. ഒരു ചികിത്സയും എടുത്തിട്ടില്ലായിരുന്നു. പീരിയഡ്സ് ഓവുലേഷൻ കറക്റ്റാവാൻ വേണ്ടി മെഡിസിൻ ഉണ്ടായിരുന്നു. പക്ഷേ അതും കറക്റ്റായിട്ടല്ലായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞുണ്ടാവാൻ വേണ്ടി മാത്രം മാതാവ് എനിക്ക് ഓവുലേഷൻ കറക്റ്റാക്കി തന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. മമ്മി പറഞ്ഞാലോ ചുമന്ന അക്ഷരത്തിലായിരുന്നു ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച വെളുപ്പിന് 12:45 ഇവള് ഉണ്ടായത്. ഈശോയുടെ ദിവസത്തിലാണ് കുഞ്ഞ് ജനിച്ചത്. പേര് കൃപൽ മരിയ എന്നാണ്. കൃപൽ മരിയ നിഷാദ് എന്നാണ് പേരിട്ടത്. അമ്മ മാതാവിൻ്റെ മുമ്പിൽ നന്ദി പറയാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇവിടെ വന്നത് ഈ മാസം 8-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്.
ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മ മാതാവ് കൃത്യം 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ UK-യിലായിരുന്നു. അവിടെ എൻ്റെ 2 വർഷത്തെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടാണ് ഞാൻ UK-യിലേക്ക് പോയത്. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ ഒരു കമ്പനിയിൽ നിന്നും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എനിക്ക് എല്ലാ കമ്പനിയിൽ നിന്നും റിജക്ഷൻ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 1 വർഷത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പപ്പയും അമ്മയും എന്നോട് പറഞ്ഞു. അപ്പോഴാണ് പപ്പയും അമ്മയും മാതാവിൻ്റെ കാര്യം, കൃപാസന മാതാവിൻ്റെ കാര്യം എന്നോട് പറയുന്നത്. മാതാവിൻ്റെ കാര്യം എന്നോട് പറയുകയും ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി എന്നോട് പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ അവിടെ ആയിരുന്നതിനാൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതിനാൽ പപ്പയും അമ്മയും എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ഇവിടെ കൃപാസനത്തിൽ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും എൻ്റെ അവസ്ഥകൾ അച്ഛനോട് പറയുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് മാതാവിൻ്റെ ഒരു കാശുരൂപം എനിക്കായിട്ട് പപ്പയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തു വിടുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപവും ഒരു മെഴുകുതിരിയും ജപമാലയും എൻ്റെ കൂട്ടുകാരൻ വഴി UK-യിലേക്ക് എനിക്ക് തന്നുവിട്ടു. പിന്നീട് ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ മാതാവിൻ്റെ ഈ കാശുരൂപവും ഈ തിരിയും കത്തിച്ചാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും ജപമാല ചെല്ലുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ എല്ലാ കമ്പനികൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും എനിക്ക് പിന്നീടും എനിക്ക് കുറേ റിജക്ഷൻസ് ഉണ്ടായി. കുറച്ച് നാളുകൾക്ക് ശേഷം എന്നെ റിജക്റ്റ് ചെയ്തൊരു കമ്പനിയിൽ നിന്ന് എന്നെ വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് വിളിച്ചു. എൻ്റെ പ്രൊഫൈൽ കണ്ട് അവർക്കോ ഇഷ്ടപ്പെട്ട് അവർ തിരിച്ചിങ്ങോട്ട് എന്നെ വിളിച്ച് അവർക്ക് അവരെനിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അങ്ങനെ അതൊരു ആക്ച്വലി ലണ്ടൻ ബേസ്ഡ് കമ്പനിയായിരുന്നു. ഞാൻ മിഡിൽസ്ബ്രോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലണ്ടനിലേക്ക് പോയി. പോകുന്ന വഴിയും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് അത്ര ഹോപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു എക്സ്പീരിയൻസ് എങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പ്രാർത്ഥന ചൊല്ലി ഞാൻ പോയി. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും മാതാവിൻ്റെ ഈ കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യം ഒരു ഇനിഷ്യൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നെ നമുക്കൊരു അസസ്മെൻറ്റ് തരും, ഒരു പ്രൊജക്റ്റ് തരും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഇൻ്റർവ്യൂ. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എന്നെ അടുത്ത സ്റ്റേജിലേക്ക് വിളിക്കാമെന്ന് അവർ പറഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ച് മിഡിൽസ്ബ്രോയിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ കമ്പനി എന്നെ തിരിച്ച് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. ഈ സെയിം കമ്പനി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, റോണി ഇനി സെക്കൻഡ് സ്റ്റേജിലേക്കും തേർഡ് സ്റ്റേജിലേക്കും പോകേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് സ്റ്റേജ് തന്നെ ഈ പാസ്സായി, റോണി സെലക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് ആ ജോലി അന്ന് ലഭിക്കുകയാണ് ചെയ്തത്. അന്ന് ഞാൻ മാധവനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അങ്ങനെ പെട്ടെന്ന് ഞാനവിടെ ജോയിൻ ചെയ്തു. പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ അച്ഛനോടും പറഞ്ഞു, അപ്പോൾ കുഴപ്പമില്ല, വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് കുഴപ്പമില്ലാതെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പതുക്കെ എൻ്റെ ജോലി തിരക്കുകൾ വന്നത് കാരണം പ്രാർത്ഥന എന്നിൽ നിന്ന് കുറഞ്ഞു തുടങ്ങി. ഞാൻ പ്രാർത്ഥനയിലുള്ള പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി. ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്നും പ്രാർത്ഥിക്കാതെയായി, പള്ളിയിൽ പോകുന്ന ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവാതെയായി. അങ്ങനെ പോകും തോറും എൻ്റെ ജോലിയിൽ പല പ്രശ്നങ്ങളും വന്നു തുടങ്ങി. പെട്ടെന്നാണ് UK ഗവൺമെൻറ്റിൻ്റെ വിസ നിയമങ്ങൾ മാറുകയും അതെൻ്റെ ജോലിയെ ബാധിക്കുകയും ചെയ്യുന്നത്. ഈ കമ്പനി എനിക്ക് ആദ്യം വിസ തരാമെന്ന് പറഞ്ഞിരുന്ന കമ്പനി പിന്നീട് ഈ റൂൾസ് വന്നതോടെ എനിക്ക് വിസ തരില്ല എന്ന് പറയുകയും എൻ്റെ ജോലി നഷ്ടപ്പെട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലായി അങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം, എങ്ങനെയെങ്കിലും ഒരു ജോലി എനിക്ക് ശരിയാക്കി തരണേ എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവ് ഇന്നും എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു ജോലി അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. കുറേ കമ്പനീസിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നു. പക്ഷേ അവർക്ക് ആർക്കും എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ പ്രൊഫൈൽ കണ്ട് അവർക്ക് ഓക്കെയാണ്, പക്ഷേ സ്പോൺസർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി, ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ നാട്ടിൽ വന്ന് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം, സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഒരു ജോലി അമ്മ എനിക്ക് തരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു.
ഞാൻ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. ഇവിടെ വന്ന് ഞാൻ ഈ മാസം 4-ാം തീയതിയാണ് എത്തിയത്. ഫസ്റ്റ് ആഴ്ച തന്നെ 8-ാം തീയതി തന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തു. ഒരു ഓൾഡ് ഏജ് ഹോമിൽ, അനാഥാലയത്തിലൊക്കെ പോയി ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തു. എന്നും കുർബാന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും ഡെയിലി ബ്രെഡ് കാണുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു 2-3 ദിവസം ഞാൻ ഇങ്ങനെ കഴിഞ്ഞപ്പം എൻ്റെ ഫോണിൽ ഞാൻ ലണ്ടനിലായിരുന്ന സമയത്ത് ജോലി നഷ്ടപ്പെട്ട സമയത്തും കുറേ കമ്പനി വേറെ രാജ്യങ്ങൾക്ക്, ദുബായ്, അങ്ങനെ കുറേ രാജ്യങ്ങൾക്കൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കമ്പനികളിൽ നിന്നെല്ലാം എനിക്ക് റിജക്ഷൻ മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ആ ലണ്ടനിലായിരുന്നതുകൊണ്ട് എനിക്ക് അവർക്ക് പെട്ടെന്ന് ആളെ ആവശ്യമുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എല്ലാ കമ്പനിയിൽ നിന്നും എനിക്ക് റിജക്ഷനാണ് വന്നത്. സോ ഞാൻ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഒരു വിസിറ്റ് വിസ എടുത്ത് ദുബായിക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നൊരു കമ്പനിയുടെ കോൺടാക്റ്റ്, ആ കമ്പനിയുടെ കോൺടാക്റ്റിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പം അവർക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കാമെന്ന് തോന്നി എനിക്ക്. ആക്ച്വലി ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അന്ന് അവർ എന്നെ റിജക്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ വീണ്ടും ഒന്നുകൂടി അവരോടൊന്ന് ചോദിക്കാമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുക, മാതാവ് എന്നോട് തോന്നിപ്പിക്കുക അവർക്കൊന്നുകൂടെ മെസ്സേജ് അയക്കാം. അങ്ങനെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം അപ്പോൾ അവർ പറയുകയാണ് ഇപ്പോഴും ആ വേക്കൻസി അവിടെ എപ്പോഴും ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ CV അയച്ചു കൊടുത്തു. വിത്തിൻ 1 വീക്ക് വളരെ പെട്ടെന്നാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോയത്. അവർ എൻ്റെ CV നോക്കി അടുത്ത സ്റ്റേജിലേക്ക് എന്നെ സെലക്റ്റാക്കി. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എന്നെ സെലക്ട് ആക്കിയതിന് ശേഷം എനിക്കൊരു പ്രൊജക്റ്റ് തരുന്നു. ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാനല്ല ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റ് മാതാവ് എന്നെക്കൊണ്ട് ചെയ്യിക്കണം, മാതാവിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ പ്രൊജക്റ്റ് ചെയ്തു തുടങ്ങി. ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ പ്രൊജക്റ്റ് തീർത്ത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം എനിക്ക് മെയിൽ വരുവാണ്, ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് സെലക്ട് ആയി എന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വരികയാണ്. അങ്ങനെ 3-ാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ സെലക്റ്റായി. ഞാൻ പറഞ്ഞ സാലറിയിൽ അവരെനിക്ക് ജോബ് ഓഫർ തന്നു. നാളെ ദുബായിക്ക് ഞാൻ പോവുകയാണ്. അമ്മ മാതാവ് അനുഗ്രഹിക്കും. എൻ്റെ പേര് മെർലിൻ എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് തോമസ്. ഞങ്ങളുടെ മകൻ്റെ പേര് ജെർമിയ പോൾ തോമസ്. മാതാവിന് ഈശോയ്ക്ക് നന്ദി. ഞങ്ങളുടെ വീട് ചേർത്തലയിലാണ്. ഞങ്ങളിപ്പോൾ UK യിലാണുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ 24, 2022 വളരെ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഭയങ്കര ഓണസ്റ്റായിട്ട് പറയുകയാണ്. അതിൻ്റെ അകത്തെ നിബന്ധനകളും എല്ലാം ഒന്നും ആ ഒരു സമയത്ത്, ആ ഒരു പ്രായത്തിൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആകെ ചെയ്യാൻ പറ്റിയിരുന്നുള്ളതെന്ന് വെച്ചാൽ ബൈബിൾ വായിക്കുക, പറ്റുന്നതുപോലെ കുർബാന സ്വീകരിക്കുക, പറ്റുന്ന പോലെ കുമ്പസരിക്കുക. ഇത് മാത്രമേ ശരിക്കും ഞങ്ങൾ അന്ന് ചെയ്തിരുന്നുള്ളൂ. 2 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. ഞങ്ങൾ UK യിലോട്ട് പോയി. ഞങ്ങൾക്ക് തോമസിന് വളരെ നല്ല യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടമുള്ള ഫീൽഡിൽ തന്നെ പഠിക്കാൻ സാധിച്ചു. എനിക്കാണെങ്കിലും ഞാനൊരു അക്കൗണ്ടൻ്റാണ്, Big 4 വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് വേറൊരു അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ജോലിയിലോട്ട് പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന 1 മന്തിൽ തന്നെ എൻ്റെ ഫീൽഡിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോഴൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം നമ്മൾ എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കത്തില്ല. പിന്നീട് ഞങ്ങൾ 2024 സെപ്റ്റംബറിൽ എക്സ്പെക്റ്റിംഗ് ആണെന്നറിഞ്ഞു. എൻ്റെ ജോലി മാറി, പുതിയ ഓപ്പർച്യൂണിറ്റി വന്നു. പുതിയ ഓപ്പർച്യൂണിറ്റിയുടെ പുറകെ പോയി. പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തീരുമാനം എടുത്ത് സ്ഥലമൊക്കെ മാറിയത്. പക്ഷേ ഇരുന്നാലും എക്സ്പെക്റ്റിംഗ് ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ 2 പേരുടെയും ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമായി. എൻ്റെ ഹസ്ബൻഡിന് ഇൻഫെക്ഷനുള്ള പനി വരാൻ തുടങ്ങി. 2-3 മാസം അടുപ്പിച്ച്. ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. എനിക്ക് ഹസ്ബൻഡിനെ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഞാൻ ഫുൾ ടൈം വോമിറ്റിങ്ങും സിക്നെസ്സും അങ്ങനത്തെ
അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്ഥലത്ത് വേറൊരു നാട്ടിൽ പോയി പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം ലോൺലി ആണ്, എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന്. അങ്ങനെ ഞങ്ങളൊരു 2-3 ഞാനാണെങ്കിൽ പുതിയ ജോലിയിലോട്ട് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രൊബേഷനിലായിരുന്നു. എനിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റിയും വർക്കിൽ കിട്ടുന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പേരൻസും ഹസ്ബൻഡിൻ്റെ പേരൻസും എല്ലാം പറഞ്ഞു, ഓക്കെ നാട്ടിലോട്ട് വാ, ഇനി ഒന്നും നോക്കണ്ട, നിങ്ങൾ നാട്ടിലോട്ട് വന്നാൽ മതി, നമുക്കെല്ലാം പ്രാർത്ഥിച്ച് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടിലോട്ട് വന്നു. അപ്പോഴൊന്നും ഞാൻ വീണ്ടും പറയാം, അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. നാട്ടിൽ വന്നു 2-3 മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വിഷമം ഇതാണ്, ഹസ്ബൻഡ് ഇത്രയും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, ഫീൽഡിലൊരു ജോലി, അത് UK പഠിച്ച അത്രയും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് അവിടെ പോയി പഠിക്കുമ്പോൾ നമുക്ക് ആ ഫീൽഡിലൊരു ജോലി വേണം, അതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അത് കിട്ടിയില്ല, അത് ശരിയായില്ല എന്നൊരു മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോനായി, പിന്നെ ലൈഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ ശരിയാവുന്നില്ലല്ലോ, ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകണ്ടേന്ന് നമുക്കറിയില്ല. അപ്പോഴാണ് നമ്മളുടെ പേരൻസ് നമ്മളോട് പറഞ്ഞത്, ഉടമ്പടി പുതുക്ക്, എല്ലാം നിങ്ങളൊന്ന് അവിടെ ചെല്ല്, മാതാവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാകും എന്നുള്ളത്. മോന് 1 മാസം ഉണ്ടായപ്പോൾ ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി പുതുക്കി. ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മാറിയതെന്ന് സത്യമായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ആത്മീയ ജീവിതം അത്രയ്ക്ക് ഉയർന്നു. ഞങ്ങൾ ഉടമ്പടിയിൽ എഴുതി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എഴുതി, പക്ഷേ ഞങ്ങളുടെ ആത്മീയ ജീവിതം അത്രയ്ക്ക് ഞങ്ങൾ ബെറ്ററായി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിടാൻ തുടങ്ങി. നമുക്ക് കുർബാന കറക്റ്റായിട്ട് പോകണം, കുമ്പസാരിക്കണം, നന്നായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ നമ്മളൊരു കുഞ്ഞ് തെറ്റ് മനസ്സിലിരിക്കെ കുർബാന സ്വീകരിക്കാൻ മനസ്സിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞങ്ങൾ 2 പേരും തീരുമാനിക്കും, കുമ്പസാരിച്ചിട്ട് മതി, ഇനി അടുത്ത വേറെ ഇനി കുമ്പസാരിച്ചിട്ട് മതി വേറെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഞങ്ങൾ പോയി കുമ്പസാരിക്കും. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അതുമാത്രമല്ല, അങ്ങനെ ഞങ്ങൾ 2ാമത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഒത്തിരിയായി ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഉടമ്പടി ഉപ്പും ഉടമ്പടി എണ്ണയും, ഞങ്ങളുടെ മോൻ ഉടമ്പടി തൈലം, ഞങ്ങൾ എന്നും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ ഒത്തിരി സ്റ്റൊമക്ക് റിലേറ്റഡ് ഇഷ്യൂസ്, ഞങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങി. ഞങ്ങളുടെ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാൻ തുടങ്ങി, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ്. ഓൾസോ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള സിറ്റുവേഷനിലല്ലായിരുന്നു. മോനുണ്ടായതാണെങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഗ്രോയിങ് കപ്പിൾസാണ്, ഞങ്ങൾ സെറ്റിലായി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴും ഞങ്ങൾ ഒരു കാര്യം ഉറപ്പ് വരുത്തിയത്, ഒത്തിരി പേരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ സാലറി, ഞങ്ങൾ വേറെ എവിടെ നിന്നല്ല, ഞങ്ങൾ തന്നെ ഏൺ ചെയ്യുന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ദശാംശം എടുത്ത് പഠിക്കാനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജീസസ് യൂത്തിന് ഒരു 10 പേരെ കൂടാനുള്ള സഹായം, അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. ഓൾസോ ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര പാവപ്പെട്ട വീട്ടിലെ ഒരു ഫാമിലി, നമുക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ട്. അവരുടെ മോള് ഇതുപോലെ തന്നെ ഇവൻ്റെ അത്രയും തന്നെ മാസമുള്ള ഒരു കുഞ്ഞ് അവിടെ ഉണ്ടാകാൻ പോകുമായിരുന്നു. അപ്പോൾ അവരുടെ എൻറ്റയർ ഡെലിവറി കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ഫിനാൻഷ്യലി ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും അതല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പെർസ്പെക്റ്റീവ്. നമ്മൾ ശരിക്കും ഉടമ്പടി ഒരു ലൈഫ് സ്റ്റൈലാണ്, അതൊരു ജീവിത രീതിയാണെന്നൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു വരുമായിരുന്നു. ശരിക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഒരു സ്ഥലത്തുണ്ടെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്ലൈ ചെയ്യാതെ ഇങ്ങോട്ടൊരു ജോബ് ഓഫർ വന്നു. അത് ആമസോണിൽ ഏരിയ മാനേജറായിട്ടാണ്. ആ ജോബിൻ്റെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതർവൈസ് ഞങ്ങൾക്ക് മോനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ഇൻ കേസ് ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ ജോലി ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെയും കൊണ്ട് പോകാൻ പറ്റും. ഓൾസോ ഹസ്ബൻഡിന് പഠിച്ച ഫീൽഡിൽ തന്നെ ഏറ്റവും നല്ലൊരു ജോലി ആയിരിക്കും അത്. അങ്ങനെ ഒത്തിരി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണേ. പക്ഷെ ഞങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഈശോയെ, അങ്ങേക്ക് ഹിതം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ളതാണ് ഇത് എങ്കിൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നായിരുന്നു ഞങ്ങളുടെ 2 പേരുടെയും മൈൻഡിൽ.
കാരണം നമ്മൾ തീരുമാനിച്ചിട്ട് എന്താ നാളെ വരുന്നതെന്ന് നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലാത്തതായിരിക്കും നമുക്ക് നാളെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചതാണ്, ഇത് വേണ്ടതാണെങ്കിൽ കാര്യമൊക്കെ ശരി, ഇതൊക്കെ നല്ലതാണ്, കിട്ടിയാൽ ഭയങ്കര സൂപ്പറാണ്, പക്ഷേ നല്ലതാണെങ്കിൽ മാത്രം മാതാവിനും ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം തന്നാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഹസ്ബൻഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ടഫ് ഇൻ്റർവ്യൂ ആയിരുന്നു, ഒരു 3 hours ഇൻ്റർവ്യൂ ആയിരുന്നു. അതിന് മുന്നേ ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. അന്നാണെങ്കിലും ഇൻ്റർവ്യൂവിന് മുന്നേ ആണെങ്കിലും ഉടമ്പടി ഉപ്പും തൈലവും പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, നന്നായി പ്രാർത്ഥിച്ചു. നന്നായിട്ട് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മെയിൽ വന്നു, അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അവർ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഈ ഹസ്ബൻഡിന് ഈ പോസ്റ്റ് തരാൻ അവർ റെഡിയാണെന്നുള്ള പോസ്റ്റ് മെയിൽ ഞങ്ങൾക്ക് വന്നു. അപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ വേറെ ഇതാണ്, ദൈവം തന്ന അനുഗ്രഹങ്ങൾ. അപ്പോഴാണ് നമ്മൾ ഓർത്തത്, നമ്മളിത് ഇത്ര ആഗ്രഹിച്ചായിരുന്നു, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഉടമ്പടിയിൽ നമ്മൾ വെച്ച കാര്യങ്ങൾ എന്ന് അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി 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 നന്ദി. ഞങ്ങൾക്ക് ഇനി വിസയുടെ കാര്യങ്ങളും എല്ലാം ശരിയായി ഞങ്ങൾക്ക് പോകണം, നടന്നുകൊണ്ടിരിക്കുക.